നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. സമൂഹത്തിലെ ദുർബലരും നിരാലംബരായവരുടെ സങ്കടം സ്വന്തം സങ്കടമായി കാണാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പൊതുപ്രവർത്തകർക്കാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ചന്ദ്രമ്മ മാധവൻ നായർ ട്രസ്റ്റ് ഹോം യുവർ ഓൺ പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 13 കുടുംബങ്ങൾക്ക് പുതിയ വീടുകളുടെ താക്കോലുകൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും സമ്മാനിച്ചു. ട്രസ്റ്റ് പുതിയതായി നിർമ്മിച്ചു നൽകുന്ന 10 വീടുകളുടെ ധാരണാപത്രവും ചടങ്ങിൽ വിതരണം ചെയ്തു. മുന്നറിയിപ്പുകളും പരാതിയും അവഗണിച്ചു. ഓട്ടുപാറ പരുത്തിപ്പുറയിൽ വൻ അപകടത്തിൽ നിന്നും കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. സംസ്ഥാന പാതയിൽ ഉണങ്ങി നിന്നിരുന്ന മരശിഖരം പൊട്ടി വീണ് പ്ലാക്കൽ വീട്ടിൽ ആയിഷ ബീവിയും കുടുംബവുമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അപകടത്തിൽ വീട്ടിലേക്കുള്ള വൈദ്യുതി ലൈൻ പൊട്ടി വീഴുകയും വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രതിഷേധവുമായി നാട്ടുകാർ. വടക്കാഞ്ചേരി നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗം വെള്ളിയാഴ്ച നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ നഗരവികസനവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു തീരുമാനമെടുത്തു. പുതുക്കിയ ബജറ്റ് തുകയിൽ നിജപ്പെടുത്തി 2026-27 വർഷത്തെ പദ്ധതി ജൂലൈ 31-നകം ജില്ലാ ആസൂത്രണ സമിതിക്ക് സമർപ്പിക്കുന്നതിന് യോഗം തീരുമാനിച്ചു. തെരുവുനായ ശല്യം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിനു മെഡിക്കൽ ഓഫീസർ, ജില്ലാ വെറ്ററിനറി ഓഫീസും ചേർന്ന് ആലോചിച്ചു ഉചിതമായ തീരുമാനമെടുത്ത് നടപ്പാക്കുന്നതിനും തീരുമാനമായി. പാലക്കാട് കുളപ്പള്ളി പാതയിൽ വീണ്ടും വാഹനാപകടം. വാണിയംകുളത്ത് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിൽ പിക്കപ്പ് ലോറി ഇടിച്ച് അപകടം. അപകടത്തിൽ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗിയെയും ബന്ധുക്കളെയും മറ്റൊരു ആംബുലൻസിലേക്ക് മാറ്റി ആശുപത്രിയിൽ എത്തിച്ചു.